എനിക്ക് സഹിക്കാൻ വയ്യേ. ഇതൊക്കെ എങ്ങനെ ഞാൻ കണ്ടു തീർക്കും? കണ്ടിട്ട് കരഞ്ഞെന്റെ ഊപ്പാട് വന്നു വീണ്. പുള്ളി കണ്ണിന്ന് വെള്ളവും വന്നില്ലല്ലോ. ഇത്തിരി വെള്ളമെങ്കിലും വെച്ച്. എന്നാലും എന്റെ സതീശേണ്ണ എന്നെ ഇങ്ങനെ കരയിച്ച് കളഞ്ഞല്ലോ. എന്താണെന്നല്ലേ ദേവോട്ടെ കേട്ട. ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എന്റെ ഊർജവും എന്റെ എല്ലാം നിങ്ങളാണ്. നമ്മളെ കണകോണ അണ്ണൻ പറഞ്ഞു തന്ന് ഇനി അടുത്ത നമ്പർ പൊട്ടിക്കരയണം. അങ്ങനെയാണ് ഇന്നിപ്പോ അണ്ണൻ സ്റ്റേജിൽ കയറിയിട്ട് പൊട്ടിക്കരയണം കണ്ടിട്ട് എനിക്ക് കരച്ചിൽ അടക്കാൻ പറ്റിയില്ല. ഓ, എന്തൊരു സങ്കടമാണ്. എൻ്റെ ഒരു കസേര കിട്ടാൻ വേണ്ടി കണവണ പറഞ്ഞ് ഇനി അടുത്ത ട്രിക്ക് മോങ്ങലാണ്. മോങ്ങി കണ്ണീര് വെളുത്തിയാലേ നമ്മുടെ ഉള്ളിൽ നിന്ന് സഹതാപം വരുള്ളൂ. അങ്ങനെയാണ് ഇന്നിപ്പോ വേദി കയറ്റി അണ്ണനെ കരയിച്ചിട്ട് ഇപ്പൊ അതിന്റെ ഒരു റീൽസ് ഇറക്കി വിടുന്നത്. അത് കണ്ടപ്പോ എന്താണ് ഓർമ്മ വന്നതല്ലേ, ജഗദീഷിന്റെ പഴയ ഒരു കരച്ചിലുണ്ടല്ലോ, അതങ്ങോട്ട് ഓർത്തെടുത്തേ. അവസാനം കണകോണ തന്നെ നേരെ സ്റ്റേജിൽ കയറി വന്നിട്ടടാ അപ്പുക്കുട്ടാ ഓറാക്കല്ലടാ മതിയാക്കടാ, നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് നിന്റെ അലക്കൂടാന്ന് പറഞ്ഞു കൊടുത്തിട്ട് അണ്ണന് മനസ്സിലായില്ല. അണ്ണൻ തുടങ്ങിയതാണ് മതിയോ എന്റെ അഭിനയത്തിന്റെ മികവ് ഞാൻ എന്ത് ചെയ്യണം, ഏത് വേദിയിൽ ഇറക്കും. അതായത് ആൾക്കാർക്കിടയിലേക്ക് ഞാൻ എന്നാ മുഖ്യമന്ത്രി കസേര എത്താൻ വേണ്ടി കരയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ കൂടെ ഇങ്ങനെ ഗ്ലിസറിനും കൊണ്ട് നടന്ന് എന്ത് ചെയ്യണം. അയ്യോ, ആരോ മരിച്ചു പോയണക്കാണ് അണ്ണന്റെ ചില പ്രകടനങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. എന്തൊക്കെ കാണണം ഒരു തെരഞ്ഞെടുപ്പ് കാലം വന്നപ്പോഴത്തേക്കും. ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ പെട്ടെന്നുള്ള നയിക്കാത്ത അവസ്ഥയാണ്. സതീശന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ പോലും ഇങ്ങനെ കരഞ്ഞിട്ടില്ലെന്നാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് കഞ്ഞിക്കുഴികൾ എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ കുപ്പിയിലിറക്കാൻ വേണ്ടി ഇറക്കുന്ന തന്ത്രങ്ങൾ നിങ്ങൾ കാണുകയാണ്. മുൻകാലങ്ങളിൽ ഇതൊക്കെ ഓടുമായിരുന്നു. ഇനി ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നമ്പറുമായിട്ട് വരുന്ന കണവണയെ കൂടെ നമ്മൾ കൊണ്ടുവന്ന് അതേപടി അങ്ങ് അടക്കി ഒരു ആദരാഞ്ജലി അർപ്പിച്ച് ഒരു റീത്ത് കൂടെ വെച്ചിട്ട് പോകുമെന്ന് മാത്രമാണ്. ഇമാതിരി ഊളക്കണവോലും നമ്പറുമായിട്ട് ഇറങ്ങിയാൽ അതിന് ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു മാത്രമേ ഈ സങ്കടത്തോടൊപ്പം പങ്കു ചേർന്നുകൊണ്ട് അണ്ണനോട് പറയാനുള്ളൂ.